ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതും വിശാലവുമായ നദികളിലൊന്ന് ആസാമിന്റെ ജീവരേഖയായ നദി ബ്രഹ്മപുത്ര. അതെ, ഇന്ന് നമുക്ക് ബ്രഹ്മപുത്രയെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതും വിശാലവുമായ നദികളിലൊന്ന് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി ടിബറ്റിലെ കൈലാഷ് റേഞ്ചസിലെ മാനസരോവർ ലേക്കിനടുത്തുള്ള ചമയുങ്തങ് ഗ്ലേഷ്യർ അഥവാ ആങ്സി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച് ടിബറ്റിലൂടെ യാർലങ് സാങ്പോ എന്ന പേരിൽ കിഴക്കോട്ടൊഴുകി ഹിമാലയത്തിലെ നംചാ ബർവ എന്ന കൊടുമുടിയെ കട്ട് ചെയ്തുകൊണ്ട് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നു. അവിടെ അത് സിയാങ് അഥവാ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്നും ആസാം പ്ലെയിൻസിലേക്ക് പ്രവേശിക്കുന്ന ബ്രഹ്മപുത്ര നദിയിൽ ദിബാങ്, ലോഹിത് എന്നീ പോഷക നദികൾ ചേരുമ്പോൾ അതിന്റെ പേര് ബ്രഹ്മപുത്രയാകുന്നു. ദിബ്രുഗറിൽ വെച്ച് ദിഹിങ് നദിയും അതിനുശേഷം സുബാൻസിരി നദിയും ബ്രഹ്മപുത്രയിൽ ചേരുന്നു. അവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം താഴോട്ടേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്രയിൽ സുബാൻസിരി, ധൻസിരി, കമെങ്, ബുർഹി ദിഹിങ്, മനസ് എന്നീ നദികൾ ചേരുന്നു. ആസാമിലെ ധൂബ്രിയിൽ വെച്ച് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നു. ഇന്ത്യയിലെ സിക്കിമിൽ നിന്ന് വരുന്ന തീസ്ത റിവറുമായി ജോയിൻ ചെയ്യുമ്പോൾ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. പിന്നീട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗംഗയുടെ കൈവഴിയായ പത്മ റിവറുമായി ജോയിൻ ചെയ്ത് ബ്രഹ്മപുത്ര ഗംഗ റിവർ സിസ്റ്റം മേഘന എന്ന പേരിൽ സുന്ദർബൻസ് ഡെൽറ്റ തീർക്കുന്നു. ഫൈനലി അത് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്നു. അപ്പോൾ നമുക്കൊരു UPSC ക്വസ്റ്റ്യൻ നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.